ഹലോ രമേശ, അളിയ ഒരു 5000 രൂപ സഹായിക്കണ്ടാ? എന്തുണ്ടാ? എടാ പിന്നെ ഭാര്യ പ്രസവത്തിന് കയറ്റിയടാ. എടാ ഞാൻ രാവിലെ പണിക്ക് വന്നിരുന്നു, എന്റെ ഭാര്യയ്ക്ക് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. പോടാ പോലെ, നിന്റെ ഭാര്യക്കല്ല എന്റെ ഭാര്യ പ്രസവത്തിന് കയറ്റിയെന്ന്. നിന്റെ ഭാര്യയ്ക്ക് പ്രസവത്തിന് നീ ചെലവ് എന്റെ അടുത്താണോ പറയണത്? വെച്ചിട്ട് പോടാ. പറഞ്ഞിട്ട് കാര്യമില്ല, ഒരുത്തനും സഹായിക്കില്ല. എന്നെ തന്നെ പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കണമായിരുന്നു. സത്യം പല്ലി അലച്ച് എനിക്കറിയാം, എന്റെ കുറ്റം തന്നെ എനിക്ക് അറിയാൻ പല്ലി, എന്റെ കുറ്റം. അണ്ണാ എന്താ കണ്ണ? എന്റെ ഭാര്യ പ്രസവത്തിന് ലേബർ റൂമിൽ കയറ്റി. അല്ലാതെ വീഗാലാൻഡ് റെഡി കയറ്റാനാണോ കൊണ്ടുവന്നത്? വെറുതെ തമാശ പറയല്ലേ അണ്ണാ? ഇവിടെ തമാശ പറയാവൂ. അതല്ല, അവരൊരു തുണ്ട് വന്നിട്ട് ഇത് പുറത്തുനിന്ന് എടുക്കാൻ പറഞ്ഞു. എനിക്ക് എവിടെ നിന്ന് എടുക്കണമെന്ന് ഒരു പിടുത്തമില്ല. ചാൻസ് അണ്ണാ, വലിയ തമാശയായി പോയി. അയ്യോ, എനിക്ക് ഈ ടെൻഷൻ ഇത്രയെങ്കിലും ഞാൻ പറഞ്ഞില്ലേ. നിന്റെ പേരെന്തോന്ന്? ഞാൻ ചിങ്ങൻ. ചിങ്ങൻ എന്തൊരു പേരാണ് ഇത്? ഞാൻ ചിങ്ങമാസത്തിൽ ജനിച്ചോണ്ട് എന്റെ വീട്ടുകാർ എനിക്ക് ചിങ്ങൻ എന്ന് പേരിട്ടു. നീ തുലാമാസത്തിൽ ജനിക്കാൻ നിന്റെ തൊലിയൻ എന്ന് പേരിട്ടാണ്. ചേച്ചി പോകണ, എന്റെ വീട്ടിലുള്ള എല്ലാവർക്കും ഈ ജനിച്ച മാസത്തിന്റെ പേരിലാണ് പേരിടുന്നത്. എന്റെ ചേട്ടൻ മേട മാസത്തിൽ ജനിച്ചോണ്ട് അവന്റെ പേര് മേട. പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ ഭയങ്കര ചാരായം കൂടി. ഭയങ്കര ചാരായം കൂടി. അവന്റെ പേര് മേടാന്നല്ല, പിന്നെ കോടാന്നിടണം. പറയുമ്പോൾ ഇത് മലയാളം മാസം ഏതറിയത്? ഇത് ചിങ്ങം, കന്നി, തുലം, എനിക്ക് അറിഞ്ഞൂടാ. അണിഞ്ഞൂടെന്ന് പറയാനാണ് മലയാള മാസം മൊത്തം വായിലിട്ട് ചവച്ചത്. ആണോ ഇത് കടിഞ്ഞൂലാണോ? അല്ല, ടൊയിന്നൂല്. ഇതിന്റെ കാര്യമല്ലേ പറഞ്ഞത്? ഭാര്യ പ്രസവത്തിന് കേട്ടില്ല, കടിഞ്ഞൂലാണോന്ന്. അഞ്ചാമത്തതാണ്. അഞ്ചാമത്തതാ? ഇത്ര അതിശയം തോന്നുന്നു. പച്ചലേന്ന് പെട്രോൾ വരെ ഉണ്ടാക്കുന്നത് പിന്നെയാണ്. എന്നാലും അഞ്ചെണ്ണം ഇത്തിരി കടുത്തു പോയണ്ണ. ഒന്നും പറയണ്ടേ, ഓരോ കാര്യങ്ങൾ പറയാൻ പോകുമ്പോ അങ്ങനെയൊക്കെ സംഭവിച്ചു പോവോടെ. എന്നാലും കീരിക്കും പാമ്പിന് ഇതിനൊക്കെ എവിടെയാണ് സമയം കിട്ടണത്? നീ പോവടെന്ന്. വയറിന് ഭയങ്കര എനിക്ക് ഭയങ്കര വിഷയം. ഇവിടെ ക്യാൻറ്റീനിൽ എല്ലാം കഴിച്ചാ? അവിടെ നിന്ന് തന്നെ ഞാൻ കഴിച്ചത്. ഓ, അത് തന്നെയാണ്. വയറിന് പിടിക്കൂലേ. ഡോക്ടറെ കാണിച്ച മരുന്ന് വാങ്ങിച്ച് കഴിച്ച്. ഇപ്പൊ വയറ്റിൽ എങ്ങനെ പോണത്? കാണിച്ചു തരാം. അയ്യോ, ഇവിടെയാണ് കാര്യം സാധിക്കുന്നത്. ഇതിനകത്ത് തുണ്ടുണ്ടെന്ന്. അതാണ് ഇങ്ങോട്ട് നോക്കട്ടെ. ഓ മൈ ഗോഡ്, എനിക്ക് മാരകമായ അസുഖം എന്തെങ്കിലും ആണോ? അല്ല, മൊത്തം ഇംഗ്ലീഷ് എനിക്ക് വായിക്കാൻ അറിഞ്ഞൂടാ. ഓരോ കാര്യം പറഞ്ഞോണ്ട് ഈ കൊതുവല്ല എങ്ങനെയാണ് ദേഹത്തുള്ള ചോര മൊത്തം ഊറ്റി കുടിക്കുക? സാധാരണ മാംഗോ ജ്യൂസ് ആണോ കൊടുക്കാറ്? അല്ല, ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടെ സൂപ്രണ്ടിന്റെ അടുത്ത് ഒരു കംപ്ലൈന്റ് കൊടുക്കണം. കൊടുത്തേച്ചാലും മതി. എന്ത്? ഈ കൊതുവിനെ മാറ്റി ലവ് ബേർഡ്സിനെ പറപ്പിച്ചു. അവര് പറത്തു. പിന്നെ പറത്തു. അയാൾ ഭയങ്കര വൃത്തിയായിട്ട സ്വഭാവമാണ്. ഭയങ്കര ദേഷ്യം. അതെ, ദേഷ്യം എന്റെ അടുത്ത് കാണിക്കാൻ പറ്റൂല. നിന്റെ അടുത്ത് കാണിക്കുള്ളൂ, പക്ഷെ എന്റെ അടുത്ത് കാണിക്കത്തില്ല. അതെന്താ അങ്ങനെ? പുതിയ ആളാണല്ലേ? ഇന്ന് രാവിലെ ജനിച്ചേ ഉള്ളൂ. വരുന്ന 28-ാം തീയതി നൂല് കെട്ട് വരുവോ? അതല്ലടാ, ഞാനൊരു നല്ല ഇരിപ്പ് വെച്ച് വേണം. ഈ ഹോസ്പിറ്റലിൽ ഇടയ്ക്കിടയ്ക്ക് ഫ്യൂസ് അടിച്ചു പോകും. അപ്പൊ ഇവിടുത്തെ ബൾബൊക്കെ തെളിയുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? എനിക്കറിയാം. ഇങ്ങനെയല്ലേ? അതല്ലടാ, ഇവിടുത്തെ ട്യൂബൊക്കെ കത്തുന്നത് എങ്ങനെയാണെന്ന് അറിയാം? അതും എനിക്കറിയാം. അങ്ങനെയല്ലേ? എടാ, ഞാനിവിടെ ഫ്യൂസ് കെട്ടി ഇരുന്നതും ഉണ്ടാ. ഓ, ലൈൻമാൻ, ഇലക്ട്രീഷ്യൻ. ആ ഒരു ബന്ധാ. അത് ശരി, ഓക്കെ. ആണാ, എനിക്ക് കണ്ടെന്ന് പറഞ്ഞ ഭയങ്കര പേടിയെന്നാ. ഒരു ഇലക്ട്രിക് വയർ കയ്യിൽ ജപിച്ച് കെട്ട് ചേച്ചി പോവണ്ണ. എന്നാ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇത്ര വർഷം ജോലി ചെയ്തില്ല, ഇതിനിടയ്ക്ക് എപ്പോഴെങ്കിലും നിങ്ങളെ കറണ്ട് അടിച്ചിട്ടുണ്ടോ? ഇഷ്ടം പോലെ. അയ്യോ, ഇത് പണയാനാണ് ഈ ബിൽഡപ്പ്. എടാ, 5 വർഷം ഞാൻ ഗൾഫിലായിരുന്നു, അറബിയുടെ കീഴില്. അറബി എന്ന് പറഞ്ഞ എന്റെ ദൈവമാണ്. അത് ശരി. എന്നെ പൊന്നുപോലെ നോക്കിയിരുന്നു. ഇത്രയും പഞ്ചഭാവമുള്ള മനുഷ്യനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. പഞ്ചഭാവം. അറബിയുടെ പേരെന്തിനാ? അറബിയുടെ പേര് അലവലാദിന്റെ പേര് പെട്ടെന്ന് ഞാൻ മറന്നു പോടെ. പിന്നെ നല്ല മനുഷ്യരെന്ന് പറഞ്ഞതാ. അപ്പൊ അത്ര നല്ലതൊന്നും അല്ല, നീ അത് വിട്. ആണോ, നിങ്ങൾ ഈ ഗൾഫിലുള്ള ആൾക്കാരൊക്കെ എങ്ങനെയാണ് അവിടത്തെ ഫുഡൊക്കെ കഴിക്കുന്നത്? ഇങ്ങനെ ചിക്കൻ ഉണ്ടെങ്കിൽ നേരത്തെ ബൾബ് കത്തിച്ചോണ്ട് ഇപ്പൊ നേരെ തിരിച്ചടിച്ചല്ലേ? അവിടെ നല്ല ഭക്ഷണം. ഒട്ടക ബിരിയാണി കഴിച്ചിട്ടുണ്ടോ? ഞാൻ കഴിച്ചിട്ടില്ല. ഒട്ടകത്തിന്റെ മുതുകിൽ മറ്റേ ഈ വെള്ളം നിറയ്ക്കുന്ന ഒരു മുഴ ഉണ്ടല്ലോ. വെള്ളം നിറയ്ക്കണ മുഴ? പോഞ്ച്. എന്തൊരു പോഞ്ച്? 5 വർഷം ഗൾഫിൽ ഇരുന്ന മനുഷ്യൻ പറയുന്നത് വെള്ളം നിറയ്ക്കുന്ന സാധനത്തിന്റെ പേര് പോഞ്ച് പോലും. പുറത്തെങ്ങാനും പറയല്ല, നാടക്കേടാണ്. അന്നാ വെള്ളം നിറയ്ക്കുന്ന സാധനത്തിന്റെ പേര് പോഞ്ചല്ല, പിന്നെ ഫ്ലാസ്ക്. എന്തോന്ന് പട്ടി അടിക്കും ഒരു കമ്പ് വെച്ച് എടുക്കല്ലേ? എനിക്ക് അടി കിട്ടിയെന്നെങ്കിൽ ഞാൻ വിചാരിച്ചോളാം. ആണാണ് ഇങ്ങോട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കാം. നിങ്ങൾ കല്യാണം കഴിച്ചില്ലേ? സ്നേഹിച്ചാണോ കെട്ടിയത്? പിന്നെ എന്റെ പ്രേമം എന്ന് പറഞ്ഞാൽ വലിയ കഥയാണ്. അതിനുള്ള സമയമൊന്നുമല്ല, പെട്ടെന്ന് പറയണം. എടാ, എന്റെ പെണ്ണ് 10 തോറ്റ് ടൈപ്പ് റൈറ്റിംഗ് ക്ലാസ്സിന് പോയ സമയത്ത് ഞാനും ടൈപ്പിന് പോയി ചേർന്നു. ഓ, ഇതാണ് സ്നേഹം. സ്വന്തം ഭാര്യ അല്ല, സ്വന്തം കാമുകി 10ാം ക്ലാസ് തോറ്റ് അവൾക്ക് വേണ്ടി നിങ്ങൾ 10ാം ക്ലാസ് തോറ്റില്ലേ? എടാ, അങ്ങനെയല്ല, ഞാൻ 5 പ്രാവശ്യം കൊണ്ട് 10 തോറ്റ് നിൽക്കുകയല്ലേ. ശരി. അങ്ങനെ ഞാൻ ടൈപ്പിന് പോയപ്പോ അവള് നേരെ തയ്യൽ ക്ലാസ്സിന് പോയി. അപ്പൊ അണ്ണൻ ഞാനും തയ്യലിന് പോയി. അപ്പൊ അവള് ടൈപ്പിന് വന്നു. അപ്പൊ അണ്ണൻ ഞാനും ടൈപ്പിന് വന്ന്. അങ്ങനെ ടൈപ്പ് തയ്യല് ടൈപ്പ് ആകെ എനിക്ക് കൺഫ്യൂഷൻ ആയിട്ട് ടൈപ്പ് റൈറ്റിംഗ് മെഷീനിൽ ഞാൻ ഒരു പാന്റ് തച്ച്. ടൈപ്പ് റൈറ്റിംഗ് മെഷീനിൽ ഒരു പാന്റ് തച്ച്. ടൈപ്പ് റൈറ്റിംഗ് മെഷീനില്ല. അപ്പൊ അവള് തയ്യൽ മെഷീനിൽ ലൈനിങ് വെച്ച് ഒരു ആധാരം എഴുതി. ചേരുമ്പടി എന്നെ ചേർന്നത്. അത് എന്നോട് നീ കൂടുതൽ സംസാരിക്കുക. ടെൻഷൻ കാരണം എനിക്ക് ഇവിടെ വന്ന സമയത്ത് ഭയങ്കര ടെൻഷൻ അടിച്ചത് കാര്യം പറ. എടാ, ഗൾഫിലായിരുന്നു, ഒരുപാട് നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. അവന്മാരെന്നെ നല്ല സ്നേഹിച്ച് സഹായിച്ചെന്നെ. കണ്ടാ,
വലിയ അലിച്ചണ്ട സത്യം. അണ്ണാ ഇതൊക്കെ അന്ധവിശ്വാസമാണെന്ന്. ആര് പറഞ്ഞ അന്ധവിശ്വാസം? ഗൗളിശാസ്ത്രമാണ് സത്യമുള്ളതാണ്. നമ്മൾ ഒരു കാര്യം പറയുമ്പോ പല്ല് ചലിച്ചു കഴിഞ്ഞാൽ അത് സത്യമാണ്, നമ്മളത് വിശ്വസിച്ചോണം. സത്യമാണോ? പിന്നെ ഇതാ സത്യം കണ്ട. ഓ സത്യമാണല്ലോ. നിങ്ങൾ കാര്യം പറഞ്ഞു ടെൻഷൻ. ഒരു 5000 രൂപ കൂടെ അടയ്ക്കണം, അതിന് വേണ്ടി ആരും സഹായിക്കുന്നില്ല. ആണോ? ഒരു കാര്യം ഇങ്ങോട്ട് വാ. എന്നാ ഇവിടെ 5000 ഇവിടെ കാര്യങ്ങൾ കൊണ്ട് അടയണ. എടാ എന്റെ കൊച്ചിന് വേണ്ടി പൈസ ഇന്ന് വരും നാളെ നിങ്ങൾ കാര്യങ്ങൾ നടക്കട്ടെ. എന്റെ കൊച്ചിന് വേണ്ടി നീ സഹായിച്ചല്ല. അങ്ങനെ മാത്രം പറയല്ലേ. അണ്ണന്റെ കൊച്ചെന്ന് പറഞ്ഞാൽ എന്റെയും കൂടെ കൊച്ചാണ്. സത്യം. പല്ലി ചലച്ച് അണ്ണാ ആവശ്യമില്ലാത്ത ചിന്തിക്കല്ലേ. ആ പല്ലി മൈൻഡ് ഔട്ടാണ്. ടൈമിൽ തെറ്റി പിച്ചുമ്പേ പറയാണ്. മനസ്സിലായില്ലേ? ശ്രീകാശിന് പോലെ കറക്റ്റാ ചേത്ത അലവലാതി പല്ലി. പോണം എന്താ ചെയ്യോ അണ്ണാ. എന്താ ആന്റി ക്ലൈമാക്സ്. തീർന്നു.